തുടക്കത്തിലേ പറയാം, നിങ്ങളെല്ലാവരും റിപ്പീറ്റ് ചെയ്യാൻ വരണമെന്ന് പറയാൻ പോകുന്നൊരു വീഡിയോ അല്ല ഇത്. നീറ്റ് റിസൾട്ട് വന്നു, നമ്മളൊക്കെ എക്സ്പെക്ട് ചെയ്ത റിസൾട്ട് തന്നെയാണ് നമുക്ക് കിട്ടിയിരിക്കുന്നത്. കുറച്ച് പേർക്കൊക്കെ എക്സ്പെക്ട് ചെയ്തതിനെക്കാട്ടും റിസൾട്ട് കിട്ടി. ഇവിടെ തൃശ്ശൂർ സെൻട്രലിൽ തന്നെ നമ്മൾ 550, 560 റേഞ്ചിൽ മാർക്ക് എക്സ്പെക്ട് ചെയ്തൊരു കുട്ടിക്ക് 586, 587 മാർക്കാണ് കിട്ടിയിരിക്കുന്നത്. അപ്പം അതുപോലെ ഒരു പ്ലസൻറ്റ് സർപ്രൈസ് കിട്ടിയ ആൾക്കാർ നിങ്ങളുടെ കൂട്ടത്തിൽ കാണും. പക്ഷേ കുറേ പേർക്കൊക്കെ നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും റാങ്ക് കുറഞ്ഞായിരിക്കും കിട്ടിയിരിക്കുന്നത്. എസ്പെഷ്യലി ഒരു 450 to 520 മാർക്ക് റേഞ്ചിലുള്ളവർ, നിങ്ങൾക്ക് കിട്ടാൻ പോകുന്ന റാങ്കിനെ കുറിച്ചൊരു അൺസർട്ടനിറ്റി ഉണ്ടായിരുന്നു. ചില സോഷ്യൽ മീഡിയ പ്രഡിക്ഷൻസിലൊക്കെ കട്ട് ഓഫ് ഒരു 500, 490 വരെയൊക്കെ താഴാമെന്നൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അങ്ങനെ എക്സ്പെക്ട് ചെയ്തിരുന്നവരുണ്ടാകും. ആൻഡ് ഈ ഒരു റിസൾട്ട് കണ്ടപ്പം പ്രോബബ്ലി നിങ്ങൾ നല്ല ഡിസപ്പോയിൻറ്റഡ് ആയിട്ട് ഇരിക്കുകയായിരിക്കും. സോ ഇങ്ങനെ റിസൾട്ട് വന്നിട്ട് നെക്സ്റ്റ് സ്റ്റെപ്പ് തീരുമാനിക്കാം എന്ന് വിചാരിച്ചിരുന്ന കുറേ ആൾക്കാരുണ്ടാവും. അവർക്ക് വേണ്ടിയുള്ള വീഡിയോ ആണിത്. ഇനി ഇതിലും മാർക്ക് കുറഞ്ഞവർ നെക്സ്റ്റ് ഒരു ഡിസിഷൻ ഓൾറെഡി എടുത്തിട്ടുണ്ടെന്നാണ് ഞാൻ വിചാരിക്കുന്നത്. ഇനി ആ ഒരു ഡിസിഷൻ നിങ്ങൾക്ക് ഫൈനലൈസ് ആയിട്ടില്ലെങ്കിലും ഡെഫിനറ്റ്ലി ഈ ഒരു വീഡിയോ നിങ്ങൾ കംപ്ലീറ്റ് ആയിട്ട് കാണുക. ആരാണ് റിപ്പീറ്റ് എന്നൊരു ഓപ്ഷൻ കൺസിഡർ ചെയ്യേണ്ടതെന്നുള്ളതാണ് നമ്മൾ ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. നിങ്ങൾക്കറിയാം, നിങ്ങളുടെ എക്സാം കഴിഞ്ഞ് ഓൾറെഡി ഓൾമോസ്റ്റ് 1.5 മാസത്തോളമായി. അപ്പം ഇനിയും ഒരു നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ചുള്ള ഡിസിഷൻ നമുക്കിങ്ങനെ ഡിലേ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റില്ല. അതിനുള്ള സമയം നിങ്ങൾക്കില്ല. സോ ഇനി നിങ്ങൾ ചിന്തിക്കേണ്ട കാര്യങ്ങൾ നമുക്കൊന്ന് സ്റ്റെപ്പ് വൈസ് ആയിട്ട് നോക്കാം. സ്റ്റെപ്പ് 1 വരുന്ന ചോദ്യം ഇതാണ്: ഡു യു റിയലി വോണ്ട് ടു ബി എ ഡോക്ടർ? ആ ഒരു ചോദ്യത്തിന് 3 ഉത്തരങ്ങൾ വരാം. ആദ്യത്തെ കാറ്റഗറി, നിങ്ങൾക്ക് ചെറുപ്പം തൊട്ടേ തന്നെ അല്ലെങ്കിൽ ഒരു 10ാം ക്ലാസ് കഴിഞ്ഞപ്പോൾ തന്നെ ഉറപ്പാണ് ഈ ഡോക്ടർ എന്നുള്ള പ്രൊഫഷനാണ് താല്പര്യം, ഇതാണ് എൻ്റെ ഫീൽഡ് എന്നൊരു ക്ലാരിറ്റി ഉള്ള ആളാണെങ്കിൽ ദെൻ നെക്സ്റ്റ് സ്റ്റെപ്പിലേക്ക് നമുക്ക് പ്രൊസീഡ് ചെയ്യാം. അടുത്ത കാറ്റഗറി എന്ന് പറയുന്നത് ഫാമിലി പ്രഷർ കാരണോ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ ഒരു പ്രഷർ അല്ലെങ്കിൽ സൊസൈറ്റിയുടെ എക്സ്പെക്റ്റേഷൻ ഇതൊക്കെ ആലോചിച്ച് നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി പോയവരാണെങ്കിൽ 1 വർഷം കൂടെ നിങ്ങൾ ഇതിൻ്റെ പുറകെ പോയി കളയരുത്. നിങ്ങൾക്ക് ശരിക്കും താല്പര്യമുള്ള മറ്റൊരു സബ്ജക്റ്റ് ഉണ്ട് അല്ലെങ്കിൽ മറ്റൊരു ഫീൽഡ് ഉണ്ടെങ്കിൽ ഡെഫിനറ്റ്ലി പെർസ്യൂ ദാറ്റ്. ഇനി ഇതിൽ രണ്ടിലും പെടാത്തവരായിരിക്കും ഒരു മെജോറിറ്റി ഗ്രൂപ്പ്. അവർക്ക് ബയോളജി എന്ന സബ്ജക്റ്റ് ഇഷ്ടമുണ്ടാവും, അത്യാവശ്യം സെക്യൂരിറ്റി ഉള്ള ഒരു ജോബ് വേണം, സർവീസ് ഒക്കെ ചെയ്യാൻ താല്പര്യമുണ്ട്, അതേപോലെ പേരൻസിന് സപ്പോർട്ടുണ്ട്, പേരൻസും ഒന്ന് നിങ്ങൾ ഡോക്ടറായി കണ്ടാൽ അവർക്ക് സന്തോഷമുണ്ട്. ഇങ്ങനത്തെയൊക്കെ റീസൺസ് കാരണം നീറ്റ് പെർസ്യൂ ചെയ്യുന്ന ആൾക്കാരുണ്ട്. എനിക്ക് തോന്നുന്നു അങ്ങനെയുള്ളവരാണ് ഏറ്റവും മെജോറിറ്റി. നിങ്ങൾ ഈ കാറ്റഗറിയിലാണെങ്കിൽ സ്റ്റെപ്പ് 2 പ്രൊസീഡ്. സെക്കൻഡ് സ്റ്റെപ്പിൽ നിങ്ങൾ ചോദിക്കേണ്ട ചോദ്യം ഇതാണ്: ഹാവ് യു ട്രൈഡ് യുവർ ബെസ്റ്റ്? അതെങ്ങനെ മനസ്സിലാക്കും? ഞാൻ എൻ്റെ മാക്സിമം ട്രൈ ചെയ്തു എന്ന് എങ്ങനെ മനസ്സിലാക്കും? നീറ്റ് പ്രിപ്പറേഷനിൽ ശരിക്കും 2 ഭാഗങ്ങളുണ്ട്: സിലബസിനെ മനസ്സിലാക്കുന്നതും എക്സാമിനെ മനസ്സിലാക്കുന്നതും. അണ്ടർസ്റ്റാൻഡിങ് ദി സിലബസ്, അണ്ടർസ്റ്റാൻഡിങ് ദി എക്സാം. സിലബസിനെ മനസ്സിലാക്കുക എന്ന് പറയുമ്പം എല്ലാ ക്ലാസ്സുകളും കറക്റ്റായിട്ട് തന്നെ കണ്ടു, ഓരോ ക്ലാസ്സും കഴിഞ്ഞുള്ള എക്സാം കൃത്യമായിട്ട് എഴുതി, ഡൗട്ട് ഉള്ളതൊക്കെ ക്ലിയർ ചെയ്ത്, അങ്ങനെ ബേസിക് ആയിട്ട് എല്ലാ കോൺസെപ്റ്റ്സും മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ദാറ്റ് മീൻസ് നിങ്ങൾ സിലബസിനെ മനസ്സിലാക്കിയിട്ടുണ്ടെന്നാണ്. ഇനി എപ്പോഴാണ് എക്സാമിനെ മനസ്സിലാക്കിയെന്നത് പറയാൻ പറ്റുന്നത്? നമ്മൾ പഠിച്ചു വെച്ച ഈ സിലബസിനെ നീറ്റ് എക്സാമിൽ അപ്ലൈ ചെയ്യാൻ പഠിക്കുമ്പോഴാണ് നമ്മൾ എക്സാമും മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റുക. അതിലെ ഏറ്റവും പ്രധാനപ്പെട്ട ഫാക്ടർ നിങ്ങളുടെ റിവിഷൻ തന്നെയാണ്. ഈ റിവിഷൻ എന്ന് പറയുമ്പം എക്സാമിന് തൊട്ട് മുമ്പുള്ള 1 മാസമോ 2 മാസമോ നടത്തുന്ന എക്സാംസ് മാത്രമല്ല. റിവിഷൻ എന്ന് പറയുന്നത് ഫ്രം ദ സ്റ്റാർട്ട് റെഗുലറായിട്ട് പഠിച്ച കാര്യങ്ങൾ റിവൈസ് ചെയ്ത് പോകുമ്പോഴാണ് ഒരു പ്രോപ്പറായിട്ട് റിവിഷൻ കംപ്ലീറ്റ് ആകുന്നത്. അതേപോലെ ഓരോ എക്സാമും കഴിഞ്ഞിട്ട് കൃത്യമായിട്ട് മിസ്റ്റേക്ക് അനാലിസിസ് ഒക്കെ ചെയ്തിട്ടുണ്ടെങ്കിൽ നമ്മൾ ഈ പഠിച്ചു വെച്ച ബേസിക് കോൺസെപ്റ്റ്സ് കുറച്ചും കൂടെ ഡീപ്പർ ലെവലിൽ നമുക്ക് മനസ്സിലാകത്തുള്ളൂ. സോ കൃത്യമായിട്ടുള്ള റിവിഷൻ, കൃത്യമായിട്ടുള്ള മിസ്റ്റേക്ക് അനാലിസിസ്, ഹയർ ലെവൽ ക്വസ്റ്റ്യൻസ് ഒക്കെ ചെയ്തുള്ള പ്രാക്ടീസ്, അതേപോലെ ടൈം മാനേജ്മെൻറ്റ്, സ്ട്രെസ് മാനേജ്മെൻറ്റ്, ഈ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രാക്ടീസിലൂടെ മാത്രമാണ് മാസ്റ്റർ ചെയ്യുന്നത്. സോ ഇതും കംപ്ലീറ്റ് ആയെങ്കിൽ മാത്രമാണ് എക്സാമിനെയും ശരിക്കും മനസ്സിലാക്കിയെന്ന് പറയാൻ പറ്റുക. അപ്പോൾ ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങൾ വെച്ച് തന്നെ നിങ്ങളൊന്ന് ആലോചിച്ച് നോക്ക്, നിങ്ങൾക്ക് ചെയ്യാൻ പറ്റുന്നതിൻ്റെ മാക്സിമം കഴിഞ്ഞൊരു വർഷത്തിൽ നിങ്ങൾ ട്രൈ ചെയ്തിട്ടുണ്ടോ എന്ന്. ഇവിടെയും പല കാറ്റഗറി ഓഫ് സ്റ്റുഡൻസ് വരും. ഫസ്റ്റ് കാറ്റഗറി +1, +2 ടൈമിൽ നീറ്റ് പ്രിപ്പറേഷൻ ഒന്നും ചെയ്തില്ല, ചുമ്മാ നീറ്റ് എക്സാം എന്താണെന്ന് അറിയാൻ വേണ്ടി ബോർഡിന് പഠിച്ച അത് വെച്ച് എക്സാം പോയി എഴുതിയവരുണ്ട്. നിങ്ങളിപ്പോൾ കിട്ടിയ നിങ്ങളുടെ നീറ്റ് സ്കോറോ റാങ്കോ ഒന്നും ഒട്ടും കാര്യമാക്കുക വേണ്ട. ഞാൻ തുടക്കത്തിൽ പറഞ്ഞ പോലെ ഡോക്ടർ എന്നുള്ള MBBS എന്നുള്ള ഡ്രീം അല്ലെങ്കിൽ നീറ്റിൻ്റെ അണ്ടർ വരുന്ന മറ്റ് കോഴ്സുകളാണ് നിങ്ങളുടെ ഡ്രീം എങ്കിൽ ഡെഫിനറ്റ്ലി 1 വർഷം കൂടെ റിപ്പീറ്റ് ചെയ്യുക. ഈ വർഷത്തെ എക്സാം ഡിഫിക്കൽട്ട് ആയതുകൊണ്ട് ഇനി അങ്ങോട്ട് നീറ്റ് എക്സാം ഒരു ആവറേജ് സ്റ്റുഡൻറ്റിനൊന്നും ക്രാക്ക് ചെയ്യാൻ പറ്റില്ല എന്നുള്ളൊരു തെറ്റിദ്ധാരണ ചെറുതായിട്ടൊക്കെ ഒന്ന് സ്പ്രെഡ് ആയിരുന്നു. ബട്ട് അങ്ങനെയൊന്നുമില്ല. 2020 മുമ്പുള്ള എക്സാംസ് ഒക്കെ നിങ്ങളൊന്ന് പരിശോധിച്ചാലും ഏകദേശം സിമിലർ ലെവലായിരുന്നു. ഇത്രയും തന്നെ ടഫായിട്ട് എപ്പോഴും വന്നിട്ടില്ല. ബട്ട് സ്റ്റിൽ കട്ട് ഓഫ് ഒക്കെ ലോവർ ആയിരുന്നു. അപ്പോഴും ആവറേജ് ലെവൽ, ബിലോ ആവറേജ് സ്റ്റുഡൻസ് ഒക്കെ ക്ലിയർ ചെയ്ത് പോയിട്ടുള്ള എക്സാം തന്നെയാണ്. സോ ഒരിക്കലും നിങ്ങളുടെ ബോർഡ് എക്സാമിൻ്റെ മാർക്കും അതുപോലെ നിങ്ങളുടെ ഈ ഒരു ഫസ്റ്റ് അറ്റംപ്റ്റിൻ്റെ നീറ്റ് സ്കോറും വെച്ച് അല്ലെങ്കിൽ അതിനെ ബേസ് ചെയ്ത് നിങ്ങൾ നീറ്റ് റിപ്പീറ്റ് എന്നുള്ള ഡിസിഷൻ എടുക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് MBBS എന്നുള്ള ഡ്രീം ഉണ്ട്, അതിനുവേണ്ടി ഹാർഡ് വർക്ക് ചെയ്യാൻ റെഡി ആണെങ്കിൽ ഡെഫിനറ്റ്ലി യു ക്യാൻ ഗോ ഫോർ റിപ്പീറ്റിംഗ്. ഒറ്റ കാര്യം,
കോച്ചിങ് സെൻറ്റർ ശ്രദ്ധിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. ഇനി സെക്കൻഡ് കാറ്റഗറി എന്ന് പറയുന്നത് +1 +2 ടൈമിൽ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചവരാണ്. ഇവിടെ ഡോപ്പയിലെ ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചിട്ട് ഒരു 450 റേഞ്ചിലൊക്കെ മാർക്ക് മേടിച്ച കുറേ പേരുണ്ട്. എക്സാം ക്രാക്ക് ചെയ്ത കുറേ പേരുണ്ട്. ബട്ട് അതിൻ്റെ താഴെ ഒരു 450 റേഞ്ചിലുള്ള ഒരുപാട് പേരുണ്ട്. ഇൻ്റഗ്രേറ്റഡ് സ്കൂളിൽ പഠിച്ചിട്ട് ഒരു 400-450 മാർക്ക് എന്നൊക്കെ പറയുന്നത് ഒട്ടും മോശമൊന്നുമല്ല ഈ വർഷം. പലപ്പോഴും എനിക്കൊക്കെ സംഭവിച്ചതുപോലെ നമുക്ക് ബോർഡ് എക്സാം എടുക്കുമ്പോഴേക്കും നമ്മുടെ ഒരു പ്രയോറിറ്റി അതിലോട്ട് ഷിഫ്റ്റ് ചെയ്യും. സോ നീറ്റ് പ്രിപ്പറേഷനിൽ നിന്ന് കുറച്ചൊന്ന് ട്രാക്ക് മാറും. അതുകൊണ്ട് തന്നെ ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ആ ക്വസ്റ്റ്യൻ പ്രാക്ടീസും എക്സാമിലേക്കുള്ള ആപ്ലിക്കേഷൻ ഒന്നും ശരിക്കും കംപ്ലീറ്റഡ് ആയിട്ടുണ്ടാവില്ല. സോ നിങ്ങൾ ആ കാറ്റഗറിയിലാണെങ്കിലും ഡെഫിനറ്റ്ലി ഒന്നും കൂടെ റിപ്പീറ്റ് ചെയ്യുന്നത് ഒരിക്കലും നിങ്ങൾക്ക് വേസ്റ്റ് ആവില്ല. നിങ്ങൾക്ക് അടുത്ത വർഷത്തെ എക്സാം ക്രാക്ക് ചെയ്യാനുള്ള പോസിബിലിറ്റി വളരെ ഹൈ ആണ്. മൂന്നാമത്തെ കാറ്റഗറി റിപ്പീറ്റേഴ്സാണ്. റിപ്പീറ്റേഴ്സിലെ മെജോറിറ്റിയും +1 +2 ടൈമിൽ അങ്ങനെ നീറ്റ് കോച്ചിങ് എന്ന രീതിയിൽ ചെയ്തിട്ടുണ്ടാകത്തില്ല. കഴിഞ്ഞൊരു വർഷമാണ് ശരിക്കും നീറ്റ് പ്രിപ്പറേഷൻ ആദ്യമായിട്ട് ചെയ്യുന്നത്. അപ്പോഴും ഒരുപാട് പേർക്ക് സംഭവിക്കുന്ന കാര്യം ഞാൻ ഈ പറഞ്ഞ പോലെ ആ ഒരു തിയറി അണ്ടർസ്റ്റാൻഡിങ് എന്നുള്ളത് ഈ ഒരു വർഷം കൊണ്ട് ഉണ്ടാക്കിയിട്ടുണ്ടാവും. ബട്ട് അതിൻ്റെ ആപ്ലിക്കേഷൻ പ്രോസസ് അണ്ടർസ്റ്റാൻഡിങ് ദി എക്സാം എന്ന ആ ഒരു സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയിട്ടുണ്ടാകത്തില്ല പലർക്കും. സോ നിങ്ങൾ തന്നെ സ്വയം ഒന്ന് ആലോചിക്കുക, എന്തുകൊണ്ടാണ് ഈ വർഷം മാർക്ക് കുറഞ്ഞത്? അതിന് കൃത്യമായിട്ടുള്ള കാരണങ്ങൾ നിങ്ങൾക്ക് തന്നെ കണ്ടുപിടിക്കാൻ പറ്റുന്നുണ്ടോ? മേ ബി റിവിഷൻ പ്രോപ്പറായിട്ട് കംപ്ലീറ്റ് ആകാത്തതുകൊണ്ടായിരിക്കാം. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങൾ ചില ചാപ്റ്റേഴ്സിൻ്റെയൊക്കെ ഡൗട്ട് ക്ലിയർ ചെയ്യാതെ വെച്ച് അത് അവസാനം പഠിക്കാമെന്ന് വെച്ച് കൺസെപ്റ്റ് ക്ലിയർ ആകാതെ ആയിരിക്കും എക്സാമിന് പോയിട്ടുണ്ടാകുക. അത് കാരണമായിരിക്കാം ചിലപ്പോൾ നിങ്ങളുടെ മാർക്ക് കുറഞ്ഞത്. പിന്നെ കുറേ പേര് ലെവൽ 1 ലെവൽ 2 ക്വസ്റ്റ്യൻസ് മാത്രമായിരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടുണ്ടാകുക. ടഫ് ക്വസ്റ്റ്യൻസ് കാണുമ്പോൾ ഇതൊന്നും നീറ്റിന് വരില്ലല്ലോ എന്ന് വിചാരിച്ച് കംപ്ലീറ്റ് ആയിട്ട് അവോയ്ഡ് ചെയ്തവരുണ്ടാവും. അങ്ങനെ ഒരു ഗ്രൂപ്പ് ഉണ്ട്. ആൻഡ് ഫൈനലി എക്സാം ഡേയിൽ നിങ്ങൾ എക്സ്പെക്ട് ചെയ്യാത്തത്ര ഡിഫിക്കൽറ്റിയിലുള്ള ക്വസ്റ്റ്യൻ പേപ്പറാണ് വന്നത്. ആ ഒരു ഷോക്കിൽ അല്ലെങ്കിൽ അതിൻ്റെ ഒരു ആങ്സൈറ്റി കാരണം നിങ്ങൾക്ക് മേ ബി ഒരു 50 or 60 മാർക്സൊക്കെ ലോസ് ആയവരുണ്ട്. സോ ഇങ്ങനത്തെ റീസൺസ് ഒക്കെയാണ് നിങ്ങൾക്ക് ഈ വർഷം മാർക്ക് കുറയാൻ കാരണമെങ്കിൽ ദെൻ ദീസ് ആർ ഓൾ റീസൺസ് യു ക്യാൻ ഫിക്സ് ഫോർ നെക്സ്റ്റ് ഇയർ. ഇതൊക്കെ തന്നെ പരിഹരിക്കാൻ പറ്റുന്ന കാര്യങ്ങളാണ്. നിങ്ങൾ ഇങ്ങനത്തെ ഒരു കാറ്റഗറിയിലാണ് വരുന്നതെങ്കിൽ ദെൻ ഒരു വർഷം കൂടെ റിപ്പീറ്റ് ചെയ്താലും നിങ്ങൾ റിഗ്രറ്റ് ചെയ്യത്തില്ല. ഇനി അതല്ല, തിയറി അണ്ടർസ്റ്റാൻഡിങ്ങും എക്സാം ആപ്ലിക്കേഷനൊക്കെ മാക്സിമം ട്രൈ ചെയ്തിട്ടുണ്ട്, ഇതിൻ്റെ അപ്പുറത്തോട്ട് ഒരു വർഷം കൂടി ഇരുന്നാലും ഇതിനെക്കാട്ടും കൂടുതലൊന്നും ചെയ്യാനില്ല എന്നാണ് തോന്നുന്നതെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി നിങ്ങളൊരു സെക്കൻഡ് ഓപ്ഷൻ അല്ലെങ്കിൽ തേർഡ് ഓപ്ഷൻ എന്നുള്ള രീതിയിലൊക്കെ ആലോചിച്ച് പോകണം. നിങ്ങൾക്ക് പഠിക്കാൻ താല്പര്യമുള്ള, നിങ്ങൾക്ക് വർക്ക് ചെയ്യാൻ താല്പര്യമുള്ള മറ്റ് പ്രൊഫഷൻസിനെ കുറിച്ചും ഇപ്പം തന്നെ സീരിയസ് ആയിട്ട് കൺസിഡർ ചെയ്യണം. ഫൈനൽ കാറ്റഗറി വരുന്നത് റിപ്പീറ്റേഴ്സും സൂപ്പർ റിപ്പീറ്റേഴ്സും ഒക്കെയാണ്. അതായത് മൂന്നാമതൊരു വർഷം അല്ലെങ്കിൽ നാലാമതൊരു വർഷം, അഞ്ചാമതൊരു വർഷത്തേക്ക് ഒന്നും കൂടെ ട്രൈ ചെയ്താലോ എന്ന് ആലോചിക്കുന്നവർ അല്ലെങ്കിൽ ട്രൈ ചെയ്യണോ എന്ന് ആലോചിക്കുന്നവരുണ്ട്. ഈ ഒരു ഡിസിഷൻ വളരെ ശ്രദ്ധിച്ച് വേണം എടുക്കാൻ. 3 വർഷത്തിൽ കൂടുതലൊക്കെ നീറ്റ് എന്ന പ്രിപ്പറേഷന് വേണ്ടി എക്സ്ക്ലൂസീവായിട്ട് മാറ്റിവെക്കുന്നത് നമ്മളൊട്ടും പ്രൊമോട്ട് ചെയ്യാറില്ല. ബട്ട് ദാറ്റ് ഡസൻറ്റ് മീൻ യു ഷുഡ് നോട്ട്. ഇപ്പം എൻ്റെ തന്നെ ഫ്രണ്ട്സ് ഉണ്ട് 4-ാം വർഷം 5-ാം വർഷമൊക്കെ റിപ്പീറ്റ് ചെയ്ത് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ കയറി സക്സസ്ഫുൾ ആയിട്ട് ആ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ഫ്രണ്ട്സൊക്കെ എനിക്കുണ്ട്. സോ ഒരിക്കലും നിങ്ങളത് ചെയ്യരുത് എന്നല്ല പറയുന്നത്, ബട്ട് അങ്ങനെ ഒരു ഡിസിഷൻ എടുക്കുന്നതിന് മുമ്പ് ശരിക്കും ആലോചിക്കണം. ഞാൻ മുമ്പ് പറഞ്ഞ പോലെ ഈ തിയറി അണ്ടർസ്റ്റാൻഡിങ് അല്ലെങ്കിൽ എക്സാം അണ്ടർസ്റ്റാൻഡിങ്ങിലൊക്കെ വീഴ്ചകൾ പല കാരണങ്ങളാൽ സെക്കൻഡ് അറ്റംപ്റ്റിലും തേർഡ് അറ്റംപ്റ്റിലൊക്കെ സംഭവിച്ചവരുണ്ടാവും. ഇപ്പോഴും ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്യാത്തവരുണ്ടാകും. അവരെ സംബന്ധിച്ച് ഒരു വർഷം കൂടെ കറക്റ്റായിട്ട് പ്രോപ്പറായിട്ട് ട്രൈ ചെയ്താൽ മേ ബി ക്രാക്ക് ചെയ്യാൻ പറ്റും. എന്തുകൊണ്ട് നിങ്ങൾ 2 വർഷം എടുത്തിട്ടോ അല്ലെങ്കിൽ 3 വർഷമൊക്കെ എടുത്തിട്ട് ക്രാക്ക് ചെയ്യാൻ പറ്റിയില്ല എന്നുള്ളതിൻ്റെ റീസൺ അനുസരിച്ചിരിക്കും. ആ ഒരു അസസ്മെൻറ്റ് ഒരിക്കലും ഇങ്ങനെ ഒരു വീഡിയോയിൽ കൂടെ ചെയ്യാൻ പറ്റില്ല. അപ്പം നിങ്ങൾക്കുള്ളൊരു ഓപ്ഷൻ ഡോപ്പയുടെ ഓഫീസിൽ വരികയാണെങ്കിൽ DNAT എന്നുള്ളൊരു അസസ്മെൻറ്റ് എക്സാം ആ ഒരു പ്രോസസ്സ് ചെയ്യാൻ പറ്റും. അതിൻ്റെ ഉദ്ദേശം ഇത്രയേ ഉള്ളൂ, നിങ്ങൾ ഒരു വർഷം കൂടെ നീറ്റ് പ്രിപ്പറേഷന് വേണ്ടി സ്പെൻഡ് ചെയ്യുകയാണെങ്കിൽ അത് വേസ്റ്റായി പോകുമോ ഇല്ലയോ എന്ന് അസസ് ചെയ്യാൻ വേണ്ടിയുള്ള ഒരു ചെറിയ ടൂള് തന്നെയാണത്. അതോടൊപ്പം നിങ്ങൾക്ക് മറ്റു കോഴ്സുകളെക്കുറിച്ചുള്ള സംശയങ്ങളൊക്കെ ഉണ്ടാകും. അതൊക്കെ ക്ലിയർ ചെയ്ത് പോകുന്ന ഒരു സെഷനാണ്. അത് ഡോപ്പയിലെ ഡയറക്ടേഴ്സും മറ്റ് ഡോക്ടേഴ്സും ഞാനടക്കമുള്ള മറ്റ് ഡോക്ടേഴ്സാണ് കണ്ടക്ട് ചെയ്തത്. സോ നിങ്ങൾക്ക് ഈ ഒരു ഓപ്ഷൻ യൂട്ടിലൈസ് ചെയ്യാം. പിന്നെ ഞാൻ ഇതുവരെ പറഞ്ഞ കാര്യങ്ങളൊക്കെ കേട്ടിട്ടും ഇപ്പോഴും ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് എത്താൻ കൺഫ്യൂസ്ഡ് ആയിട്ട് ഇരിക്കുന്നവരെ സംബന്ധിച്ച് നമ്മൾ നീറ്റ് കോൺ എന്നുള്ളൊരു വലിയ ഇവൻറ്റ് നടത്തുന്നുണ്ട്. ഒരുപാട് കുട്ടികൾ പങ്കെടുക്കുന്ന ഒരു ഇവൻ്റാണ്. ആ ഇവൻറ്റിൻ്റെയും ഉദ്ദേശം ഇത് തന്നെയാണ്. നീറ്റിൻ്റെ ഒരു റിസൾട്ട് കണ്ടതിന് ശേഷവും നെക്സ്റ്റ് സ്റ്റെപ്പിനെ കുറിച്ച് കൺഫ്യൂഷൻ ഉള്ളവർക്ക് അതിന് മാക്സിമം നമ്മളുടെ സൈഡിൽ നിന്ന് ക്ലാരിറ്റി കൊടുക്കാൻ വേണ്ടി ഓർഗനൈസ് ചെയ്യുന്നൊരു ഇവൻ്റാണ്. സോ നീറ്റ് കോണിന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ അവിടെ വരികയാണെങ്കിലും നമുക്ക് പ്രോപ്പറായിട്ടൊരു ഗൈഡൻസ് തരാൻ പറ്റും. അതിൻ്റെ രജിസ്ട്രേഷൻ ഡീറ്റെയിൽസ് ഒക്കെ കമൻറ്റിലോ അല്ലെങ്കിൽ വീഡിയോ ഡിസ്ക്രിപ്ഷനിലോ കൊടുത്തിട്ടുണ്ടാവും. സോ ടു സമ്മറൈസ്, നിങ്ങൾക്ക് ഡോക്ടർ ആകണമെന്ന് ശരിക്കും നല്ല ആഗ്രഹമുണ്ട്. കഴിഞ്ഞ വർഷങ്ങളിൽ നിങ്ങളുടെ മാക്സിമം നിങ്ങൾ ട്രൈ ചെയ്തിട്ടില്ല എന്നാണ് തോന്നുന്നത്. ഇനിയൊരു വർഷം നിങ്ങളുടെ മാക്സിമം എഫേർട്ട് ഇട്ട് ട്രൈ ചെയ്യാൻ റെഡി ആണെങ്കിൽ ദെൻ ഡെഫിനറ്റ്ലി ഒരു വർഷം കൂടെ റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ അല്ലെങ്കിൽ റിപ്പീറ്റ് എന്നുള്ള രീതിയിൽ നിങ്ങൾ സ്പെൻഡ് ചെയ്യുന്നത് ഒരു വേസ്റ്റ് ആകത്തില്ല. ഒറ്റ കാര്യം പക്ഷേ ഇപ്പോഴേ തന്നെ തീരുമാനിക്കണം, ദിസ് ഷുഡ് ബി യുവർ ലാസ്റ്റ് അറ്റംപ്റ്റ്.
നീറ്റ് 2026 കഴിഞ്ഞതിന് ശേഷവും അയ്യോ കുറച്ചും കൂടെ ട്രൈ ചെയ്യായിരുന്നു എന്നൊരു തോന്നൽ ഒരിക്കലും വരാൻ പാടില്ല. സോ ആ രീതിയിൽ മെൻ്റലി പ്രിപ്പയർ ചെയ്തവർ മാത്രം ഒരു വർഷം കൂടെ റിപ്പീറ്റ് എന്നുള്ള ആ ഒരു ഡിസിഷൻ അല്ലെങ്കിൽ ആ ഒരു ചോയ്സ് മേക്ക് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ആ ഡിസിഷൻ എടുക്കാൻ ഇപ്പോഴും സ്ട്രഗിൾ ചെയ്യുന്നവർ ഡെഫിനറ്റ്ലി നമ്മുടെ DNAT എന്നുള്ള സെഷൻ യൂട്ടിലൈസ് ചെയ്യാം. അതേപോലെ നീറ്റ് കോണിന് നിങ്ങൾ മാക്സിമം രജിസ്റ്റർ ചെയ്ത് അവിടെ എത്തിച്ചേരാൻ ശ്രമിക്കും. റിപ്പീറ്റ് എന്നുള്ള ഡിസിഷൻ ആയിട്ടുണ്ടെങ്കിൽ പിന്നെ ഒറ്റ കാര്യം മാത്രമേ നിങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യേണ്ടതുള്ളൂ, നിങ്ങൾ സെലക്ട് ചെയ്യുന്ന കോച്ചിങ് സെൻറ്റർ. ഒരിക്കലും നിങ്ങളൊരു കോച്ചിങ് സെൻറ്ററിൽ കൊടുക്കുന്ന സ്കോളർഷിപ്പ് കണ്ടിട്ട് മാത്രം പോയി അവിടെ അഡ്മിഷൻ എടുക്കാതിരിക്കുക. നല്ല സ്കോളർഷിപ്പ് കണ്ട് ഒരു ബിലോ ആവറേജ് കോച്ചിങ് സെൻറ്ററിൽ ഓഫ്ലൈൻ ബാച്ചസ് സെലക്ട് ചെയ്യുന്നതിനെക്കാട്ടും ബെറ്റർ ആണ് നല്ലൊരു കോച്ചിങ് സെൻറ്ററിലെ ഒരു ഓൺലൈനോ അല്ലെങ്കിൽ TND പോലത്തെ ഒരു ബാച്ചിൽ അഡ്മിഷൻ എടുക്കുന്നത്. സോ റിപ്പീറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ കോച്ചിങ് സെൻറ്ററിൻ്റെ സെലക്ഷൻ എന്ന് പറയുന്നത് വളരെ ക്രൂഷ്യൽ ആയിട്ടുള്ളൊരു ഡിസിഷനാണ്. അത് ശരിക്കും ആലോചിച്ച് അന്വേഷിച്ച് മാത്രം തിരഞ്ഞെടുക്കുക. ഇങ്ങനെ കോച്ചിങ് സെൻറ്റർ നിങ്ങൾ അന്വേഷിക്കുമ്പോൾ ഡെഫിനറ്റ്ലി കൺസിഡർ ചെയ്യേണ്ട സ്ഥലം തന്നെയാണ് ഡോപ്പ. ഐ പേഴ്സണലി ബിലീവ് വി ഹാവ് ദ ബെസ്റ്റ് അക്കാഡമിക് പ്ലാൻ, ദ ബെസ്റ്റ് റിവിഷൻ പ്ലാൻ എമംഗ് ഓൾ കോച്ചിങ് ഇൻസ്റ്റിറ്റ്യൂട്ട്സ്. അത് പ്രോപ്പറായിട്ട് ഫോളോ ചെയ്ത കുട്ടികൾക്കൊക്കെ ഈ വർഷം അതിനനുസരിച്ചുള്ള റിസൾട്ട് കിട്ടിയിട്ടുണ്ട്. ഈ വർഷത്തെയും അക്കാഡമിക് പ്ലാൻ കംപ്ലീറ്റ്ലി സെറ്റ് ആയതിനു ശേഷമാണ് നമ്മൾ ഫസ്റ്റ് ബാച്ച് സ്റ്റാർട്ട് ചെയ്തത് തന്നെ. അതിനെ സപ്പോർട്ട് ചെയ്യുന്ന നല്ല ഫാക്കൽറ്റീസും ബേസിക് എല്ലാ ഫെസിലിറ്റീസും ഉള്ള ഹോസ്റ്റൽസും ആൻഡ് എഫിഷ്യൻ്റ് ആയിട്ടുള്ള ഒരു ക്ലാസ് റൂം സിസ്റ്റവും നമ്മുടെ ഏത് സെൻറ്ററിൽ പോയാലും നിങ്ങൾക്ക് അവൈലബിൾ ആണ്. അതേപോലെ തന്നെ കുറേ പേരൊക്കെ ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തതിന് ശേഷമായിരിക്കും മേ ബി ഓൺലൈൻ അത്ര വർക്ക് ചെയ്യില്ല എന്ന് സ്വയം മനസ്സിലാകുന്നത്, എന്നിട്ട് ഓഫ്ലൈനിലോട്ട് ഷിഫ്റ്റ് ചെയ്യാൻ ശ്രമിക്കും. പലപ്പോഴും അപ്പം ഒരു ടോപ്പിക്സിൻ്റെ ഒക്കെ ഒരു ക്ലാഷ് അവിടെ സംഭവിക്കാറുണ്ട്. നമുക്ക് ഇവിടെ ഓൺലൈൻ ആണെങ്കിലും ഓഫ്ലൈൻ ആണെങ്കിലും റെസിഡൻഷ്യൽ ബാച്ചിലാണെങ്കിലും സെയിം അക്കാഡമിക് പ്ലാനും സെയിം സിസ്റ്റം തന്നെയാണ് ഫോളോ ചെയ്യുന്നത്, സെയിം ഷെഡ്യൂൾ അനുസരിച്ചാണ് പോകുന്നത്. സോ നിങ്ങളിപ്പം ഓൺലൈൻ ബാച്ചിൽ ജോയിൻ ചെയ്തു, മേ ബി ഒരു 2 മാസം വീട്ടിലിരുന്ന് പഠിച്ചിട്ട് അങ്ങോട്ട് ശരിയാകുന്നില്ല എന്നാണ് തോന്നുന്നത്. അതിനുശേഷം ഓഫ്ലൈനിലോ അല്ലെങ്കിൽ റെസിഡൻഷ്യൽ ക്യാമ്പസിലോട്ട് വരികയാണെങ്കിലും ആ പഠിച്ചതിൻ്റെ ബാക്കിയുള്ള ക്ലാസ് തന്നെയായിരിക്കും ഇവിടെ നടക്കുന്നത്. സോ നിങ്ങൾക്ക് ഒന്നും വേസ്റ്റ് ആകുന്നില്ല, ഒരു ക്ലാഷും അവിടെ സംഭവിക്കുന്നില്ല. ഒരു നീറ്റ് ആസ്പിരൻറ്റിന് ഒരു വർഷം ഒട്ടും വേസ്റ്റ് ആകാതെ മാക്സിമം എഫിഷ്യൻസിയിൽ വർക്ക് ചെയ്യാനുള്ള ഒരു സറൗണ്ടിങ്സും ഒരു സിസ്റ്റവും അതിനനുസരിച്ചുള്ള ടീച്ചേഴ്സും മെൻറ്റർഷിപ്പ് പ്രോഗ്രാമും ഡൗട്ട് ക്ലിയറൻസും എല്ലാം ഡോപ്പയിൽ നമ്മൾ പ്രിപ്പയർ ചെയ്ത് വെച്ചിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ ഡെഫിനറ്റ്ലി നിങ്ങൾ കോച്ചിങ് സെൻറ്റർ സെലക്ട് ചെയ്യുമ്പം ഡോപ്പ എന്ന പേര് കൺസിഡർ ചെയ്യണം. നിങ്ങൾ നമ്മുടെ ക്ലാസ് റൂംസ് ഒക്കെ വന്ന് കണ്ട് കുട്ടികളോട് ഫീഡ്ബാക്ക് ഒക്കെ ചോദിച്ചതിന് ശേഷം അഡ്മിഷൻ എടുത്താൽ മതി. പക്ഷേ നിങ്ങൾ ഡോപ്പ കൺസിഡർ ചെയ്തിട്ടില്ലെങ്കിൽ അത് ഡെഫിനറ്റ്ലി നിങ്ങൾക്കൊരു നഷ്ടമായിരിക്കും. ഇത്രയൊക്കെയാണ് ബേസിക്കലി ഈ വീഡിയോയിൽ പറയാനുണ്ടായിരുന്നത്. എനിക്കറിയാം നിങ്ങൾ എക്സ്പെക്ട് ചെയ്തതിലും താഴോട്ട് റിസൾട്ട് പോയി, ഇപ്പം ഒന്ന് സങ്കടപ്പെട്ടിരിക്കുന്ന ഒരുപാട് പേരുണ്ട്. ഒറ്റ കാര്യം മാത്രം ഓർക്കുക, സങ്കടം വന്നതിന് ശേഷം മാത്രമേ നമുക്ക് സന്തോഷം ഉണ്ടാകത്തുള്ളൂ. അല്ലാതെ എപ്പോഴും ഒരേ ലെവലിൽ പോകുകയാണെങ്കിൽ അതൊരു മീനിങ്ലെസ് ആയിട്ടുള്ള ലൈഫാണ്. നമ്മളിന്ന് ഡിസ്കസ് ചെയ്ത കാര്യങ്ങളൊക്കെ വെച്ച് നിങ്ങൾ അടുത്തൊരു ഡിസിഷൻ എടുക്കുക. ആൻഡ് ആ ഒരു ഡിസിഷൻ എടുത്തതിന് ശേഷം ആത്മാർത്ഥമായിട്ട് വർക്ക് ചെയ്യുകയാണെങ്കിൽ ഡെഫിനറ്റ്ലി സന്തോഷങ്ങളും വിജയങ്ങളൊക്കെ നിങ്ങളെ തേടിയെത്തും. ഇപ്പോഴത്തെ ഒരു സങ്കടത്തിൽ അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു നെഗറ്റിവിറ്റിയിൽ നിങ്ങൾ സ്റ്റക്കായി ഇരുന്നാൽ മാത്രമേ കുഴപ്പമുണ്ടാകുന്നുള്ളൂ. അതുകൊണ്ട് ആ ഒരു അവസ്ഥ വരാതിരിക്കുക. പെട്ടെന്ന് തന്നെ നെക്സ്റ്റ് ഒരു ഡിസിഷൻ എടുക്കുക. അത് നീറ്റ് കോച്ചിങ് തന്നെ വേണമെന്ന് ഒരു നിർബന്ധമില്ല. ഇനി ഈ MBBS എന്നുള്ള ഡ്രീം ഇപ്പോഴും നിങ്ങൾക്ക് ഉപേക്ഷിക്കാൻ റെഡിയല്ല. ആൻഡ് അടുത്തൊരു വർഷം അതിനുവേണ്ടി കമ്മിറ്റ് ചെയ്യാൻ ഇപ്പോഴും കൺഫ്യൂസ്ഡ് ആണെങ്കിൽ ഡെഫിനറ്റ്ലി നീറ്റ് കോൺ എന്ന നമ്മുടെ ഇവൻറ്റിന് രജിസ്റ്റർ ചെയ്യും. നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം.